ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നവീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ നവീന അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. നന്ദുവിൻ്റെ കയ്യിൽ ഒരു കവറൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ നന്ദു കാണണമെന്നും പറഞ്ഞ് വിളിച്ചേന്ന് ചോദിച്ചു. അതെ, എൻ്റെ ബർത്ത്ഡേക്ക് ഒരു മോതിരമൊക്കെ എനിക്ക് തന്നതല്ലേ, അത് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ. അപ്പോൾ നവീൻ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ കേസ് ജയിപ്പിച്ച നവീനേട്ടനെ ഞാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ തരണ്ടേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം അങ്ങനെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ആ കേസ് ഏറ്റെടുത്തത്. ആ കേസിന് പൈസ പോലും വാങ്ങിയില്ലല്ലോ എന്ന് പറയുമ്പം അതിൻ്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു എന്നും തൻ്റെ ചേച്ചി എത്രമാത്രം സത്യസന്ധയാണെന്നും പാവമാണെന്നും ഒക്കെ എനിക്കറിയാമല്ലോ. അതുകൊണ്ട് എൻ്റെ പെങ്ങൾക്ക് വേണ്ടി വാദിച്ചതുപോലെയാണ് ഞാൻ അവിടെ വാദിച്ചത് എന്ന് നവീൻ ഇങ്ങനെ നന്ദുവിനോട് പറയുമ്പം നന്ദുവിന് ഭയങ്കര സന്തോഷം. അതിന് പൈസയുടെ ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞു. അല്ല, ഇനി പൈസ വാങ്ങിക്കാത്തത് കൊണ്ട് പാരിതോഷികമായിട്ട് വല്ലതും വന്നതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് നവീനേട്ടൻ വാങ്ങിച്ച് തന്നതുപോലെ വിലപിടിപ്പുള്ള ഗിഫ്റ്റൊന്നുമല്ല, ഒരു ജോഡി ഡ്രസ്സാണെന്ന് നന്ദു ഇങ്ങനെ പറയുന്നു. പിന്നെ നവീനേട്ടൻ്റെ അളവൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും നവീനേട്ടൻ്റെ മനസ്സിൽ കണ്ടാണ് ഞാനിന്ന് വാങ്ങിച്ചതെന്നും അതുകൊണ്ട് പാകമായിരിക്കുമെന്നും നന്ദു നവീനോട് പറയാം. അയ്യോ, നവീന് ഭയങ്കര സന്തോഷം. പിന്നെ വേണ്ടാന്ന് പറയരുത് കേട്ടോ. അപ്പം ഞാൻ മോതിരം തന്നപ്പോൾ നന്ദു വേണ്ടാന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പം പിന്നെ ഞാനിത് നിരസിച്ചാലേ നന്ദുവിൻ്റെ അത് വിഷമാവത്തില്ലേന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ വിഷമിപ്പിക്കാനേ എനിക്ക് എന്തായാലും താല്പര്യമില്ല എന്ന് പറഞ്ഞു. അധികം എന്നും പറഞ്ഞ് നവീൻ അത് വാങ്ങിച്ചു. എന്തായാലും താൻ അത്യാവശ്യം സെൻസുള്ള പെൺകുട്ടിയാണല്ലോ, അതുകൊണ്ട് അത്ര തിരക്കേടാവില്ല എന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ഈ ഡ്രസ്സ് ധരിച്ച് വീഡിയോ കോൾ ചെയ്യാം, അപ്പോൾ തൻ്റെ സെലക്ഷൻ എത്രമാത്രം നന്നായെന്ന് അറിയാൻ പറ്റുമല്ലോ എന്നും നവീൻ ഇങ്ങനെ നന്ദുവിനോട് പറയണു. അത് കേട്ടപ്പോൾ നന്ദുവിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇപ്പം എന്നെക്കൊണ്ട് ഒന്നും ഓടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ സ്വർണം തന്നെ വാങ്ങിച്ച് തന്നേനേന്ന് പറഞ്ഞു. അങ്ങനെ സ്വർണ്ണമായിട്ട് തന്നെ വന്നിരുന്നെങ്കിലേ തൻ്റെ കരണത്തെ ഞാൻ അടിച്ചേനേന്ന് നവീൻ ഇങ്ങനെ നന്ദുവിനോട് പറയണു. അതുപോലെ ഞാനൊരു സ്വർണ്ണമോതിരം വാങ്ങിച്ചു തന്നു എന്ന് കരുതി അതിന് പകരത്തിന് താൻ സ്വർണം തരുന്നതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ എന്നും നവീന് നന്ദുവിനോട് പറയുക കേട്ടോ. ഞാൻ തരുന്ന സ്നേഹത്തിന് താൻ തിരിച്ചെന്നെ സ്നേഹിച്ചാൽ മാത്രം മതിയെന്നും നവീൻ പറഞ്ഞു. അത് അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഹൃദയം പകുത്തു തരുമ്പം തിരിച്ചും അത് വേണം, അതാണ് എനിക്കിഷ്ടമെന്ന് പറയും. എന്നും നവീനേട്ടനോട് എനിക്ക് ഇതിൻ്റെയൊക്കെ നന്ദിയും സ്നേഹവും ഉണ്ടാകുമെന്ന് നന്ദു. ഇത് ആദ്യത്തെ തവണയല്ലല്ലോ, രണ്ടാമത്തെ തവണയല്ലേ ഞങ്ങളെ എല്ലാം നവീനേട്ടൻ രക്ഷിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഞാൻ എൻ്റെ കടമ ചെയ്തു, അത്രമാത്രമേ ഉള്ളൂ. അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത 2 കേസിലും എൻ്റെ കക്ഷികൾ നിരപരാധിയാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ജോലിയിൽ വെള്ളം ചേർക്കേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചാലും ചോദിക്കുമ്പം അയ്യോ അതൊന്നും വേണ്ട, ഞാൻ ഓൾറെഡി കഴിച്ചതാന്നേ, പിന്നെ എനിക്ക് നല്ല തിരക്കുണ്ടെന്ന് പറയുമ്പം ആയിക്കോട്ടെ. അതിനിടയിൽ ഇത് എങ്ങനെയെങ്കിലും നവീനേട്ടൻ്റെ കയ്യിലൊന്ന് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി, അതാ ഞാൻ ഓടി വന്നേ. അപ്പം എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ചാലേ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നവീനേട്ടൻ പറഞ്ഞതുപോലെ വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ശരി എന്നാൽ ഓക്കെ പറഞ്ഞ് നമ്മുടെ നന്ദു അവിടെ നിന്ന് അങ്ങ് പോയി. നവീനൊരു വലിയ എന്താ പറയുന്നത് നിധി കിട്ടിയതുപോലെ ഈ കവറും പിടിച്ചിങ്ങനെ നിൽക്കുക. എന്നിട്ട് വണ്ടിയിൽ കയറിയിട്ട് ഈ ഡ്രസ്സെല്ലാം തുറന്നു നോക്കി. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം അമൂല്യമാണെന്നും പറഞ്ഞാൽ ഡ്രസ്സ് ഇങ്ങനെ എടുത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നവീന്. അങ്ങനെ അതെല്ലാം എടുത്ത് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ പോവുകയാണ്. സ്വപ്നം കണ്ട് ഇങ്ങനെ നടന്നു വണ്ടി ഓടിച്ച് അങ്ങനെ അങ്ങ് പോകണം. ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ടും നവീൻ ഇതിങ്ങനെ എടുത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ കേസും കാര്യങ്ങളും ഒക്കെ നോക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അമ്മ അങ്ങോട്ടേക്ക് വന്നു. ചായ എന്നും പറഞ്ഞ്. അമ്മേ അതെ എങ്ങനെ കണ്ടമ്മ ഈ ഡ്രസ്സ് എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം നന്നായിട്ടുണ്ട്. അത് കേട്ടാൽ മതിയെന്ന് പറഞ്ഞു. ഇതേ എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നതാണെന്ന് പറഞ്ഞു. ആര്? ഇനി സാവകാശം അവളുടെ പേര് പറഞ്ഞു തുടങ്ങാമെന്ന് നമ്മുടെ നവീൻ മനസ്സിൽ ചിന്തിക്കുന്നു. അപ്പം എന്താ നീ ആലോചിക്കുന്നതെന്ന് അമ്മ ചോദിക്കുമ്പം ഇതെനിക്ക് തന്നതേ ഒരു പോലീസ് ഓഫീസറാന്ന് പറഞ്ഞു. SI നന്ദു. അപ്പോൾ അവളോ? അവളെന്തിനാ നിനക്ക് ഗിഫ്റ്റ് തരുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പം ഞാനല്ലേ അവളുടെ ചേച്ചിയുടെ കേസ് ജയിപ്പിച്ചത്, അതിനുള്ള പാരിതോഷികമായിട്ടാണ് ഈ ഷർട്ട് വാങ്ങിച്ചു തന്നത്. ഓ അതാണോ നിനക്ക് ഇത്ര സന്തോഷം? ഇത്ര കൃത്യമായിട്ട് അവൾ എങ്ങനെ എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് നവീൻ പറയുമ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരു വക്കീലും പോലീസ് ഓഫീസറും എന്നുള്ളൊരു നിലയിൽ നിങ്ങൾ തമ്മിൽ അടുപ്പമൊക്കെ ഉണ്ടാവാം, അത് അങ്ങനെ തന്നെ മതി എന്ന് അമ്മ നവീനോട് പറയണം. അതിനപ്പുറം അവളുമായിട്ട് ഒരു കോണ്ടാക്റ്റും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അവൾ മിടുക്കിയായിട്ടുള്ളൊരു പോലീസ് ഓഫീസറാണമ്മേ. ആയിക്കോട്ടെ, ആണിൻ്റെ ദേഹത്ത് കൈവയ്ക്കുന്നവളാണ് ഈ നന്ദു, അതുകൊണ്ട് തന്നെ അവളോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് അമ്മ. അവൾ അനാവശ്യമായിട്ട് ഒരാണിൻ്റെ ദേഹത്തും കൈവയ്ക്കാറില്ല. അപ്പോൾ ആവശ്യത്തിനാണെങ്കിലും അനാവശ്യത്തിനാണെങ്കിലും എനിക്ക് അത്തരം പെൺകുട്ടികളെ ഇഷ്ടമല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് അമ്മയെപ്പോലുള്ള അമ്മമാർ മാറിയേ പറ്റൂ, എന്നാലേ ഈ കാലവുമായിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും മാറിക്കോട്ടെ. പക്ഷേ ഈ വീട്ടിൽ മാറ്റം, ഈ വീട്ടിൽ
ഒരു മാറ്റവും നീ പ്രതീക്ഷിക്കേണ്ട. നിന്റെ അച്ഛൻ്റെ മുന്നിൽ ഞാൻ എങ്ങനെ നിന്നോ അതുപോലെ വേണം നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി നിന്റെ മുന്നിൽ നിൽക്കാനെന്ന് അമ്മ പറയുമ്പം അതുകൊണ്ടാണ് എന്നെപ്പോലുള്ള ആൺപിള്ളേർക്ക് ഇത് പെണ്ണ് കിട്ടാത്തതെന്ന് നവീൻ. അപ്പം എല്ലാവരുടെ കാര്യം അങ്ങനെയായിരിക്കാം, എന്നാൽ നിന്റെ കാര്യം അങ്ങനെയല്ല. നിനക്ക് പെണ്ണൊക്കെ കിട്ടിയതാ, അതും നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയതായിരുന്നു. അവളുടെ തറവാടെന്താ മോശമായിരുന്നു, എന്നിട്ട് നീയല്ലേ അത് വേണ്ടാന്ന് വെച്ചതെന്ന് ചോദിച്ചപ്പം അത് വേണ്ടാന്ന് വെച്ചതിനുള്ള കാരണം ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ. ഇനി അതും പറഞ്ഞ് തർക്കിക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട് പറഞ്ഞു നവീൻ അവിടെ നിന്ന് പോയി. എടാ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ നിൽക്കുന്നു. എന്നും പറഞ്ഞു. പിന്നെ കാണിക്കുന്ന അനിയാട്ടോ. അനി ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നവീൻ അനിയെ കാണാൻ അങ്ങോട്ട് ചെന്നു. അപ്പോൾ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ചെന്നപ്പം എങ്ങനെയുണ്ടടാ ഈ ഡ്രസ്സ്, സൂപ്പർ അല്ലേ എന്ന് ചോദിച്ചു. ഇന്ന് എന്നെ കാണാൻ സൂപ്പർ അല്ലേടാ എന്നൊക്കെ ചോദിക്കുകയാണ് നവീനെ. അപ്പം നീ ചെറുപ്പമാകാൻ നോക്കുകയല്ലേ. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ? അല്ല, അങ്ങനത്തെ ഡ്രസ്സാണല്ലോ നീ ഇട്ടിരിക്കുന്നത്. ആഹാ, അപ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അനി ഈ അടുത്ത കാലത്ത് നീ ഇട്ടതിൽ ഏറ്റവും നല്ലതാണെന്ന് അനി തന്നെ അങ്ങ് സമ്മതിച്ചു. ഇതിന് നന്ദി പറയേണ്ട അവൾക്കാ എൻ്റെ നന്ദുമോൾക്കെന്ന് പറയുമ്പോൾ അനി ഞെട്ടി ഇങ്ങനെ അന്തം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക. അവൻ്റെ ഭാവം മാറുന്നൊക്കെ നേരത്തേക്ക് ഈ നവീൻ ശ്രദ്ധിക്കുന്നുണ്ട്. നന്ദുമോൾക്കോ? എടാ ഇതെനിക്ക് സമ്മാനിച്ചത് അവളാണ്, നന്ദുവാണെന്ന് പറയുമ്പം അല്ല ഇത് നിനക്ക് തരാൻ എന്താ കാരണമെന്ന് ചോദിക്കുമ്പം നീ അവൾക്കൊരു റിങ് കൊടുത്തായിരുന്നല്ലോ, അതിന് പകരമായിട്ട് ചിലപ്പോൾ തന്നതായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. എടാ അതിന് പകരമായിട്ടൊന്നും തന്നതല്ല, ഞാനല്ലേ ഇപ്പോൾ റിസ്ക് എടുത്ത് നിൻ്റെ ഏട്ടത്തിയെ കേസിൽ നിന്ന് രക്ഷിച്ചത്. അതുകൂടി ആയതോടെ നന്ദുവിന് എന്നോടുള്ള പ്രേമം കൂടി എന്ന് നവീൻ. പ്രേമോ? അല്ല, അങ്ങനെ എന്തെങ്കിലും ഇഷ്ടം അവൾക്കുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവൾ ആ സന്തോഷത്തിന് എനിക്ക് ഡ്രസ്സ് മേടിച്ച് തന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അനിയുടെ കയ്യിൽ നിന്ന് പോയി മൊത്തം. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ കരുതുന്നത് പോലെ ഒരു പെൺകുട്ടി അല്ല നന്ദു എന്ന് പറയുമ്പം എടാ അതെനിക്കറിയാമല്ലോ, അവൾ സാധാരണ ഒരു പെൺകുട്ടി അല്ലാത്തത് കൊണ്ടാണ് അവൾ എൻ്റെ മനസ്സിൽ കയറി കൂടിയതെന്ന് നവിയും പറയുക. അനിയുടെ സ്വസ്ഥ മൊത്തം പോയി. നീ എന്തായാലേ ഇപ്പോഴും അവളുടെ മനസ്സെന്താണെന്ന് പഠിച്ചിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകടാ. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളെ കൂടുതൽ പഠിക്കാനും അറിയാനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നത്. ഇനിയിപ്പോൾ ഒരു വിശേഷ ദിവസം വന്നാൽ അവൾ തന്ന ഈ ഡ്രസ്സായിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്, പ്രത്യേകിച്ച് അവളും കൂടി പങ്കെടുക്കുന്ന ഫംഗ്ഷനിൽ. ഇനി അത് അത്രയേ ചെയ്യുന്നുള്ളൂ. അല്ല നിൻ്റെ മുഖത്ത് എന്താണ് ഒരു വിളർച്ച പോലെ, നിനക്ക് ദേഷ്യം, മൊത്തത്തിലൊരു വല്ലായ്മയൊക്കെ പോലെ? ഏയ് അങ്ങനൊന്നും ഇല്ലടാ എന്ന് പറഞ്ഞിട്ട് അനി ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കാം. ഞാൻ ജോലി തിരക്ക് കാരണം ടെൻഷനായിട്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കോള് വന്നതേ. ഞാൻ കരുതി ഇനിയിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനായിട്ടായിരിക്കുന്നു. ഇതുപോലെ വില കുറഞ്ഞ കാര്യം പറയാനാണെങ്കിലേ അത് ഫോണിൽ കൂടി അങ്ങ് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചു. അന്നേരം വില കുറഞ്ഞ കാര്യങ്ങളോ? ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയൊരു കേസ് ജയിക്കുന്നതിനേക്കാളും എനിക്ക് സന്തോഷം തരുന്ന കാര്യമാടാ. നന്ദു തരുന്നത് എന്തും എന്നെ സംബന്ധിച്ചിടത്തോളം അമൂല്യമാണ്. എടാ അതിൻ്റെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്നും പറഞ്ഞു. പിന്നെ എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്നും പറഞ്ഞ് അനി പോകുമ്പം എടാ ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നതിൽ നീ ഒരു പ്രധാന പങ്ക് വഹിച്ച കൂട്ടത്തിലുള്ള ആളാ. അതുകൊണ്ട് നിനക്ക് ഈ സന്തോഷത്തിനൊരു പാർട്ടി തരണമെന്നുണ്ട് എനിക്കെന്ന് പറഞ്ഞപ്പം അത് പിന്നെ നടത്താമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നീ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിളിക്കുക. തൽക്കാലം എനിക്ക് നിൻ്റെ കുട്ടികളിൽ പങ്കുചേരാൻ സമയമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അവിടെ നിന്ന് പോയി. അനി അങ്ങ് പോയപ്പോൾ നവീന് കൃത്യമായിട്ട് കാര്യം മനസ്സിലായി. എടാ പൊന്നും മോനെ, എനിക്ക് മുന്നേ അവളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ നോക്കിയിട്ട് നടക്കാത്തതിൻ്റെ അമർഷമാണ് ഇതൊക്കെയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നവീൻ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദുവിനെ കാണാനായിട്ട് അനി ചെന്നു. നീ നവീനെ ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് പിന്നെ വാങ്ങിച്ചു കൊടുക്കണ്ടേടാന്ന് നന്ദു ചോദിക്കുക. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ചേച്ചിക്ക് ഒരു ദിവസം പോലും ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നില്ലല്ലോടാ, അതിൻ്റെ കാരണക്കാരൻ നവീനേട്ടനല്ലേടാന്ന് ചോദിച്ചു. അതിൻ്റെ നന്ദിയാണ് ഞാൻ കാണിച്ചതെന്നും പറഞ്ഞു. അതിന് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നന്ദു ചോദിക്കുമ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം പിന്നെ നിനക്ക് എനിക്ക് തരാൻ തോന്നിയില്ലല്ലോ, നിന്റെ കരുണത്തൊന്നും തരാനായിട്ടോ എനിക്ക് തോന്നണത് എന്ന് നന്ദു. എടാ ഞാൻ ഡ്രസ്സ് വാങ്ങാൻ പോയപ്പോൾ ആദ്യം നവീനേട്ടനെ പറ്റിയ ഡ്രസ്സൊന്നും അല്ല നിനക്ക് നോക്കിയത്, നിനക്ക് ചേരുന്നുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണെന്നും നിനക്കുള്ളത് എടുത്തിട്ടാണ് ഞാൻ നവീനേട്ടനുള്ളത് എടുത്തത് പോലും എന്നും നന്ദു പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് എന്നിട്ട് ആ ഡ്രസ്സ് എടുത്ത് നമ്മുടെ നന്ദു കൊടുത്തു. 2 കവർ. അത് കണ്ടപ്പോൾ എനിക്ക് 2 ജോഡി എടുത്തോ നീ? അല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കേട്ടോ. ഇപ്പം പരാതി പറഞ്ഞിട്ട് പെട്ടെന്ന് നീ എന്താ ട്രാക്ക് മാറ്റുകയാണോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഒന്ന് ചിരിച്ചു. എടാ നീ എന്നെ ഓർക്കാത്ത സമയത്ത് പോലും നിന്നെ ഞാൻ ഓർക്കുന്നുണ്ടെന്ന് നന്ദു പറയപ്പോൾ സോറി. അതെ അവൻ വലിയ സന്തോഷത്തിലാണ് നീ ഡ്രസ്സ് കൊടുത്ത കാര്യമേ എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്കത് ചെറിയൊരു കോംപ്ലക്സായി. നീ ഇങ്ങനെ സ്വയം ചെറുതാവല്ലേ എൻ്റെ അനി, നിനക്ക് എന്നാ? നിൻ്റെ കാര്യം വരുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ആയി പോകുന്നതെന്ന് അനി അന്നേരം നന്ദുവിനോട് പറയുന്നു. നവീനേട്ടൻ നിൻ്റെ അടുത്ത സുഹൃത്താണെന്നും നിന്നെ കേസിൽ നിന്ന് രക്ഷിച്ചതും നവീനേട്ടനാണെന്നും ഇപ്പോൾ
നിന്റെ ഡിവോഴ്സ് കേസ് കൈകാര്യം ചെയ്യുന്നത് നവീനേട്ടനല്ലേന്നും നന്ദു ഇങ്ങനെ ചോദിക്കുമ്പം അതിനിങ്ങനെയൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നു. അതൊക്കെ തന്നെയാണ് ആ മനുഷ്യനോടുള്ള എൻ്റെ ഇഷ്ടത്തിൻ്റെ കാരണങ്ങളെന്നും പിന്നെ ചില സമയത്ത് നീ അതിനെ തെറ്റായ കണ്ണുകൾ കൊണ്ട് നോക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരിക്കലും ഇല്ല, ഇത് പിന്നെ പ്രണയത്തിൻ്റെ ഒരു തകരാറാടി എന്ന് നമ്മുടെ അനി. എന്നിട്ട് എനിക്ക് ആ തകരാറൊന്നും ഇല്ലല്ലോടാ. അങ്ങനെ രണ്ടുപേരും കുറേ നേരം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അതെ, എന്നാൽ നമുക്കൊരു ജ്യൂസ് എന്തെങ്കിലും കുടിക്കാൻ പോയാലോ? അതെ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഈ ഡ്രസ്സ് ഇട്ടുണ്ട്, നിന്നെ പ്രേമിച്ചുകൊണ്ട് നടന്നാലേ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നന്ദു നിൽക്കുമ്പോൾ അനി ഭയങ്കര സന്തോഷം. പോയ അനി തിരിച്ചു വന്നിട്ട്, അല്ല ഇത് പബ്ലിക് പ്ലേസ് അല്ലേ, അല്ലെങ്കിൽ നിനക്കൊരു ഉമ്മ തന്നിട്ട് പോകാമായിരുന്നു നമ്മുടെ അനി നന്ദുവിനോട് പറയുമ്പോൾ നന്ദുവിന് ചിരി വന്നു. നീ പോടാ, നീ കുറച്ച് ഓവറാവുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം അല്ല, പബ്ലിക്കായിട്ട് വനിത എസ്ഐയെ ചുംബിച്ചെന്നും പറഞ്ഞ് വേണമെങ്കിൽ ഒരു കേസ് കൊടുക്കാം നമുക്ക്, എന്നിട്ട് എന്നെ ലോക്കപ്പിൽ വിടാം, എങ്ങനെയുണ്ട്? അയ്യോ, അങ്ങനെ ഇപ്പോൾ ലോക്കപ്പിൽ കിടത്തിയാലേ അത്രയും സമയം കൂടെ നിന്നെ ഞാൻ സഹിക്കേണ്ടി വരത്തില്ലേടാ, അതുകൊണ്ട് തൽക്കാലം കേസൊന്നുമില്ല, മോൻ ചെല്ലാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ അനി പോവുകയാണ്. അങ്ങനെ അനി പോയി. നന്ദു ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനാണ്. അപ്പോൾ മുത്തശ്ശൻ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. വെറും ഒരു മോഡലായ നവ്യയുടെ റെക്കമെൻഡേഷനല്ല അവൻ അവിടെ കയറിയിരിക്കുന്നത്, അതിൻ്റെ പിന്നിൽ വ്യക്തമായ കളികളുണ്ട് എന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നു. അപ്പോൾ അത് എനിക്ക് മാത്രമല്ല അവനും മനസ്സിലായിട്ടുണ്ടാവും. ആദർശൻ എന്ന് പറഞ്ഞ് ഇവർ സംസാരിക്കുമ്പോഴാണ് നവ്യ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇരിക്കുമല്ലേ. ഇവിടെ എന്ത് നല്ല കാര്യം നടക്കുന്ന മുൻപും പൂജാമുറിയിലെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയിട്ടാ എല്ലാവരും അതിലേക്ക് കടക്കുന്നതെന്ന് നവ്യ പറയാം മുത്തശ്ശനോടും മുത്തശ്ശിയോടും. എന്നാൽ ഞങ്ങളുടെ ഒന്നും കാര്യം വരുമ്പോൾ മാത്രം അത് സംഭവിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് അഭി മാനേജറായിട്ട് ജോയിൻ ചെയ്യാണല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. പിന്നെ പൂജാമുറിയിലുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞെന്നും പറഞ്ഞു. പൂജയിൽ പങ്കെടുക്കണമെന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ, അവൻ പോകുന്നത് മൂർത്തി ജ്വല്ലറിയുടെ എതിരാളികളായ കമ്പനിയിലേക്കാണെന്നും അവനിപ്പോൾ മൂർത്തി ജ്വല്ലറിയിൽ സ്റ്റാഫും അല്ല എന്നും മുത്തശ്ശൻ പറയാണ്. പിന്നെ അതുകൊണ്ട് അവനൊരു നല്ല ജോലി കിട്ടട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തടഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നും മുത്തശ്ശൻ പറഞ്ഞേ. പിന്നെ അപ്പോഴും എൻ്റെ എതിരാളികളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരുത്തനെ ആശീർവദിക്കാനും അനുഗ്രഹിക്കാനും എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് മുത്തശ്ശൻ. ഇങ്ങനെ ഒരു മറുപടി തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചതെന്ന് നവ്യ വലിയ ഡയലോഗ്. പോയി പണി നോക്കാൻ പറഞ്ഞു നവ്യയോട്. അപ്പോൾ മുത്തശ്ശിയും വരുന്നില്ലേ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് മുത്തശ്ശി പറയാം. കാരണം അവൻ ഈ കുടുംബത്തിലുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. ഇനി എനിക്കൊന്നും പറയാനില്ല. മറ്റു 2 കൊച്ചുമക്കൾക്ക് കൊടുക്കുന്ന പരിഗണന അവന് കൊടുക്കില്ല എന്നൊക്കെ എനിക്കറിയാം. എൻ്റെ അച്ഛനും അമ്മയും എന്നോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് മുത്തശ്ശനും മുത്തശ്ശിയും അവനെ കാണുന്നതെന്ന കാര്യം ഇങ്ങനെ നവ്യ നിന്ന് വലിയ ഇതായിട്ട് ഇങ്ങനെ പറയണു. പിന്നെ ഒന്ന് നോക്കുകയാണെങ്കിൽ അവൻ ഈ കുടുംബത്തിലെ അംഗമല്ല. എന്നാൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും സ്വന്തം മോളാണെന്നാണ് പറയുന്നത്. അതും എനിക്കിപ്പോൾ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പം സംശയങ്ങളെല്ലാം അതും വൈകാതെ മാറിക്കോളും മോളെ, അതിനുള്ള സാഹചര്യമൊക്കെ വരും എന്ന് മുത്തശ്ശൻ നവ്യയോട് പറഞ്ഞു. തൽക്കാലം ഞാൻ ആ പൂജയിൽ പങ്കെടുക്കുന്നില്ല എന്ന് മുത്തശ്ശൻ പറയുവാണ്. പിന്നെ ഇയാൾ വരണമെങ്കിൽ വന്നോട്ടെ, ഇദ്ദേഹം പങ്കെടുക്കാത്ത പൂജയിൽ ഞാനും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം നയനയുടെ 3-ാം മാസ ചടങ്ങിന് മുത്തശ്ശൻ പോയില്ലല്ലോ, എന്നിട്ട് അതിൽ മുത്തശ്ശി പങ്കെടുത്തില്ലേ എന്നിങ്ങനെ നവ്യ ചോദിക്കുമ്പം അതെൻ്റെ നയനമോളുടെ ഫംഗ്ഷൻ ആയിരുന്നു, അതുപോലെ അല്ലല്ലോ ഇവൻ്റെ കാര്യമെന്ന് മുത്തശ്ശി നവ്യയോട് പറയാം. അവന് തന്നെ അറിയാം ഒട്ടും അർഹിക്കാത്ത ജോലിയാണ് അവന് കിട്ടിയിരിക്കുന്നത് എന്ന്. എൻ്റെ നോട്ടത്തിൽ പല കാര്യങ്ങളിലും ആദർശേട്ടനേക്കാളും യോഗ്യൻ അഭി തന്നെയാണെന്ന് മുത്തശ്ശിയോടും ഈ നവ്യ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അവനെ തള്ളിക്കളയാനും പറ്റില്ലെന്ന്. ഇത് കേട്ടപ്പോൾ മുത്തശ്ശനൊന്ന് പുച്ഛിച്ച് ചിരിച്ചു. അതും പറഞ്ഞ് നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പം ഇവളുടെ പോക്ക് ഇതെങ്ങോട്ടാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് മുത്തശ്ശി. അവളുടെ പോക്ക് എങ്ങോട്ടായിരുന്നെന്ന് അവൾ തന്നെ തിരിച്ചറിയട്ടെ, അതാണ് നല്ലത് എന്ന് മുത്തശ്ശൻ പറയാം. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തതേ അവന്തികയുടെ അടുത്തേക്ക് നവ്യ വന്നു. നീ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? നിൻ്റെ അമ്മയും ആങ്ങളെയും നീ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അവർക്കൊപ്പം നീ ഒരു കാര്യത്തിനും കൂടെ നിന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പം എങ്ങനെ കൂടെ നിൽക്കും? അതുപോലെയല്ലേ നിങ്ങളുടെയൊക്കെ സ്വഭാവ രീതികൾ. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതെ, ഇന്ന് അബി AN ജ്വല്ലറിയിൽ ജോയിൻ ചെയ്യാൻ പോവുക, അവിടുത്തെ മാനേജറായിട്ട്. മകളിരുന്ന് ചിരിക്കുന്നു. അതിൻ്റെ പൂജയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ആരും വരില്ല എന്നുള്ളത് എനിക്കറിയാം. എങ്കിലും മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഞാൻ പോയി ക്ഷണിച്ചതാ, അവർ വരില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവരെ പോലെ അല്ല നീ, അതുകൊണ്ട് നീ ആ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് അബിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു. നിങ്ങൾ 3 ആളും കൂടി അങ്ങ് പ്രാർത്ഥിച്ചാൽ മതിയെന്നും മൂർത്തി ജ്വല്ലറിയുടെ എതിരാളികളാണ് AN ജ്വല്ലറി,
ആ സ്ഥാപനത്തിൻ്റെ മാനേജറാകുന്ന അഭിയേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാനേ എനിക്ക് പറ്റത്തില്ല എന്ന് അവന്തിക. അവൻ്റെ സ്വന്തം പെങ്ങളുടെ പ്രതികരണം ഇതാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് ഈ നവ്യ പറഞ്ഞു. മുത്തശ്ശനും മുത്തശ്ശിയും വരെ ഒഴിഞ്ഞു നിൽക്കുമ്പം ഞാൻ അവരെയൊക്കെ മറികടന്ന് വരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു അവന്തിക. എന്ന് വെച്ചാൽ നിന്റെ ഏട്ടൻ്റെ ഉയർച്ചയിൽ നീ സന്തോഷിക്കുന്നില്ല എന്ന അർത്ഥമല്ലേ? നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടിയിട്ടാണ് ഏട്ടൻ്റെ അധ്വാനമെങ്കിൽ ഞാൻ തീർച്ചയായും സന്തോഷിച്ചേനെ. ഞങ്ങളൊക്കെ നല്ല നിലയിൽ ജീവിച്ചതേ മൂർത്തി ജ്വല്ലറി കൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അഭിയേട്ടൻ്റെ ഭാര്യയായത്. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം നിങ്ങൾ AN ജ്വല്ലറിയുടെ മോഡലാകാൻ അങ്ങ് പോയി. ഇപ്പത്തെ ഏട്ടനും അവിടേക്ക് തന്നെ വരുന്നു. അതൊരിക്കലും എനിക്ക് അംഗീകരിച്ച് തരാനായിട്ട് പറ്റത്തില്ല എന്ന് അവന്തിക പറയുമ്പം ഇനി എനിക്കൊന്നും പറയാനില്ല. നീയും അംഗീകരിക്കുന്നത് സ്വന്തം ഏട്ടനെയല്ല ആദർശിനെയാണ് എന്ന് പറഞ്ഞപ്പം അതെ, ആദർശേട്ടനെ അനിയേട്ടനെ ഒക്കെയാണ് ഞാൻ അംഗീകരിക്കുന്നത്. അവരുടെ ക്വാളിറ്റി അത് അഭിയേട്ടൻ എന്തായാലും ഇല്ല. അപ്പം നീ നോക്കിക്കോ, അനി MD ആയിട്ടുള്ള മൂർത്തി ജ്വല്ലറിക്ക് ഇനി താഴ്ചയേ ഉണ്ടാവുള്ളൂ എന്ന് നവ്യ. എന്നാൽ AN ജ്വല്ലറി ഓരോ ദിവസം കഴിയും തോറും ഉയർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും നവ്യ പറഞ്ഞപ്പം അവന്തിക്കൊന്ന് ചിരിച്ചു. അപ്പം നീ കളിയാക്കി ചിരിക്കുകയൊന്നും വേണ്ട. ഇനി കേരളത്തിലെ നമ്പർ 1 ജ്വല്ലറി AN ജ്വല്ലറി ആയിരിക്കും എന്ന് നവ്യ അവന്തികയോട് പറയുന്നത്. അത് മകൾക്കറിയാവുന്ന അത്ര മരുമകൾക്കറിയില്ലല്ലോ. അപ്പോൾ ഇപ്പം തന്നെ ഗൾഫിൽ അവർ നമ്പർ 1 ജ്വല്ലറി ആയി കഴിഞ്ഞല്ലോ. മൂർത്തി ജ്വല്ലറിക്ക് ഇനി ആ പഴയ പേര് മാത്രമേ കാണത്തുള്ളൂ, ഒരിക്കലും ആ പഴയ പ്രതാപം കാണത്തില്ല എന്ന് നവ്യ. അവന്തിക്ക് അതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. സന്തോഷം കൊണ്ടാണ് ഇവള് ചിരിച്ചതെന്ന് പോയവൾക്കറിയത്തുമില്ല. അങ്ങനെ നവ്യ പോയി കഴിഞ്ഞപ്പം അത് തന്നെയാ എനിക്കും വേണ്ടതെന്ന് അവന്തിക മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്ത് ചിരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥയും അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ ഫോണുകളിലേക്ക് വീഡിയോസ് എത്തുന്നതായിരിക്കും. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയില്ലെന്നും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുകയാണ്. എല്ലാവർക്കും ടാറ്റ, സേ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.